ബേസിലിലെ പൊന്മാൻ എങ്ങനെയുണ്ട്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും ഒന്ന് കമന്റ് ചെയ്യണം. അല്ലെങ്കിൽ ഒരു ലൈക്ക് എങ്കിലും. എനിക്ക് സിനിമ അത്രണ്ട് വർക്കായില്ല. അതുകൊണ്ട് തന്നെ സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ബേസിലിനേതായിട്ട് ഇഷ്ടപ്പെടാതെ പോകുന്ന സിനിമകൾ വളരെ കുറവാണെങ്കിലും ഇതെന്തോ ഇഷ്ടപ്പെട്ടില്ല എന്ന് തന്നെ പറയണം. സിനിമയുടെ ഫസ്റ്റ് ഹാഫ് കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു ഫ്ലോപ്പ് ഫീൽ ആയിരുന്നു എനിക്ക് തോന്നിയത്. അവിടെ നിന്ന് ഒരു ആവറേജ് ലെവലിലേക്കൊക്കെ സിനിമയുടെ ക്ലൈമാക്സ് ഒക്കെ ആകുമ്പോൾ എത്തുന്നുണ്ട്. ഇതെനിക്ക് പേഴ്സണലി തോന്നിയ കാര്യമാണ്. അല്ലാണ്ട് സിനിമ ഫ്ലോപ്പ് ആണെന്നോ സിനിമ ആവറേജ് ആണെന്നല്ല. എനിക്ക് അങ്ങനെ ഒരു ഫീലാണ് സിനിമ കണ്ടപ്പോൾ കിട്ടിയത്. കടം കൊടുത്തത് തിരിച്ചു ചോദിക്കുമ്പോൾ വാങ്ങിയവർ കാണിക്കുന്ന ഉഡായിപ്പ് സ്വഭാവം അതെങ്ങനെ തിരിച്ചു പിടിക്കുന്നു എന്നൊക്കെയാണ് സിനിമ നമുക്ക് കാണിച്ചു തരുന്നത്. പക്ഷെ ഒന്നിനും എവിടെയും ഒരു ക്ലാരിറ്റി ഇല്ല, ഒരു ഡെപ്ത് ഇല്ല, ഒന്നിനും ഒരു ഇമ്പാക്ട് ഇല്ല. സ്ക്രീൻ പ്ലേയിൽ അത് വളരെ മിക്സ് ആവുന്ന പോലെയൊക്കെ നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഇതിലിപ്പോൾ ബ്രൂണോ എന്ന കഥാപാത്രം കല്യാണ പെണ്ണിന്റെ സഹോദരനാണ്. അത് കൂടാതെ കലിപ്പനായ ഒരു പാർട്ടി പ്രവർത്തനമാണ്. ഒരു കാര്യമില്ലാതെ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്തേക്ക് ആള് ചൂടാവും, അല്ലാത്ത സമയത്തേക്ക് ഒരു നിരാശനായിട്ട് കാണപ്പെടാം. ഇപ്പോൾ പാർട്ടിയിൽ നിന്നും പുറത്താക്കി എന്നൊക്കെ പറഞ്ഞ് ആത്മഹത്യ ചെയ്യാൻ പോകുന്നു. അങ്ങനെ എന്തൊക്കെയൊക്കെ കാണിച്ച് അവിടെ സമയം കളഞ്ഞ പോലെയൊക്കെയാണ് എനിക്ക് അവിടെ തോന്നിയത്. ഇതിലാകെ ബെറ്റർ എന്ന് തോന്നിയത് ബേസിലിന്റെ കഥാപാത്രം മാത്രമാണ്. ബാക്കിയൊക്കെ ഇറ്റ്സ് ഓക്കെ എന്നുള്ള ഒരു ഫീൽ ആയിരുന്നു. നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും പറയണം. അപ്പോൾ അത്രേ ഉള്ളൂ. ഇറ്റ്സ് മിസ് നിദ്രോൺ മല്ലു എക്സ്പ്രസ്.